കാശ്മീരിൽ ആ ഒരു അറ്റാക്ക് നടന്നതിന് ശേഷം പല നടന്മാരും എല്ലാവരും സ്പോർട്സ് അതുപോലെ തന്നെ എല്ലാവരും ഇതിനെതിരെ ഭയങ്കരമായിട്ട് പ്രതികരിക്കുന്നുണ്ട്. രാജ്യം തന്നെ അതിനെതിരെ ഭയങ്കരമായിട്ടുള്ള പ്രതികരണത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിലാണ് ഇപ്പം നമ്മുടെ മലയാളം നടനായിട്ടുള്ള സൂപ്പർ സ്റ്റാറായിട്ടുള്ള മമ്മൂക്ക ഉണ്ടെങ്കിൽ ഇതിൻ്റെ പ്രതികരണമായിട്ട് വന്നിരിക്കുന്നത്. പ്രതികരിച്ചേക്കുന്നത് ഇങ്ങനെയെന്ന് പറഞ്ഞാൽ ഹൃദയഭേദകം വാക്കുകളില്ല എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം ഒരു കുറിപ്പ് പങ്കുവച്ചിട്ടുണ്ടായിരുന്നത്. ഈ ഒരു കുറിപ്പ് വന്നതിന് ശേഷം എന്താ പറയുക, മകനായിട്ടുള്ള ദുൽഖർ ഇതിനെതിരെ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു. ഭയങ്കര വിഷമമുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇൻസ്റ്റാഗ്രാമിലൊരു സ്റ്റോറി ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഈ ഒരു സ്റ്റോറിയും കാര്യങ്ങളൊക്കെ വന്നതിന് ശേഷം കുറേയധികം പേര് ഇതിന് കമൻറ്റ് ബോക്സിലൊക്കെ പോയിട്ട് ഭയങ്കരമായിട്ടുള്ള രീതിയിൽ മോശമായിട്ട് സംസാരിക്കുന്നുണ്ടായിരുന്നു. അതിന് മെയിനായിട്ടുള്ള ഒരു കാര്യം മമ്മൂക്കയും ദുൽഖറും ഒക്കെ ഉണ്ടെങ്കിൽ മുസ്ലിം ആയത് എന്നുകൊണ്ട് മാത്രമാണ്. കമൻറ്റ് ബോക്സിൽ ചെന്നിട്ട് നിങ്ങളുടെ ആൾക്കാരല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ടുള്ള രീതിയിൽ മോശമായിട്ടുള്ള കമൻസും കാര്യങ്ങളും ഇടുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. എന്താണ് എന്ന് മനസ്സിലാവുന്നില്ല. ഇന്നത്തെ തലമുറയിൽ നമ്മളെല്ലാം മനസ്സിലാക്കുന്ന എല്ലാവരും എഡ്യൂക്കേറ്റഡ് ആണ്. ഇങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോഴും ഇങ്ങനത്തുള്ള ഒരു ഇഷ്യൂ വരുമ്പോഴത്തേനും ഒരു സമൂഹത്തെ മൊത്തം ഭയങ്കരമായിട്ട് അപമാനിക്കുക എന്നുള്ള കാര്യത്തിലേക്കാണ് വന്നേക്കുന്നത്. പാകിസ്ഥാൻ ചെയ്ത ഒരു തെറ്റാണ്. നമുക്കറിയാം അതൊരു കമ്മ്യൂണിറ്റി, ആ ഒരു കമ്മ്യൂണിറ്റിയാണ്. ആ ഒരു കമ്മ്യൂണിറ്റി നമ്മുടെ ഇന്ത്യയിലും ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഇവിടെയുള്ള എല്ലാ മുസ്ലിംസോ അല്ലെങ്കിൽ ക്രിസ്ത്യൻസോ എല്ലാവരും ഈ ബാക്കിയുള്ള ഹിന്ദുക്കൾക്കെതിരെ എന്താ പറയുക, അവരെ ഭയങ്കരമായിട്ട് നശിപ്പിക്കാൻ അവർക്ക് മോശം വരുന്ന രീതിയിലോ ഒന്നും തന്നെ ചിന്തിക്കുന്നവരല്ല. നമ്മൾ ഇന്ത്യക്കാരാണ്, എല്ലാവരും ഒറ്റക്കെട്ടാണ്, എല്ലാവർക്കും ഈ ഒരു കാര്യത്തിൽ വിഷമമുണ്ട്. അതേ കണക്ക് തന്നെയാണ് മമ്മൂക്ക. നമ്മുടെ ചെറുപ്പം തൊട്ട് ഇപ്പം ഞാനൊക്കെയാണെങ്കിൽ ചെറുപ്പം തൊട്ട് സിനിമ കാണുന്ന അദ്ദേഹത്തിൻ്റെയൊക്കെ വലിയൊരു ഫാനും കൂടിയാണ്. അദ്ദേഹമൊക്കെ ഈ ഒരു സംഭവത്തിൽ പ്രതികരിച്ച് ഇത് കണക്ക് വിഷമമുണ്ട്, ഹൃദയഭേദകമാണ് എന്ന് പറയുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ ഫീലിംഗാണ് അതിലൂടെ പുറത്ത് കാണിച്ചത്. ദുൽഖർ ആണെങ്കിലും അദ്ദേഹം ആ ഒരു സ്റ്റോറിയൊക്കെ പങ്കുവെച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവരുടെ വിഷമങ്ങളാണ് പങ്കുവെച്ചത്. ആ ഒരു സമയത്ത് അവർ പറഞ്ഞ കാര്യങ്ങൾ ക്ലിയറായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കാതെ അവരുടെ ഒരു മതത്തിൻ്റെ പേരിലോ അതിൻ്റെ പേരിലൊക്കെ എന്ത് ചെയ്യുക, ഭയങ്കരമായിട്ട് ഇടിച്ച് താഴ്ത്തി സംസാരിക്കുക. കമൻറ്റ് ബോക്സിൽ പോയി നിങ്ങളുടെ ആൾക്കാരല്ലേ, ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ഒരിക്കലും ശരിയായിട്ടുള്ള ഒരു കാര്യമല്ല. ഇതുപോലെയൊക്കെ ഇനി സംസാരിക്കുമ്പോഴത്തേന് ആലോചിച്ചും കണ്ടും സംസാരിക്കുക. ചിലവരുണ്ട് ഇങ്ങനെ കുറേ എന്ത് വന്നാലും രാഷ്ട്രീയവും മതവും ഒക്കെ നോക്കുന്നവർ. ഉറപ്പായിട്ടുണ്ട്, അതൊരു ഡൗട്ടില്ല. ഇപ്പോൾ ആ നടന്നതും അത് തന്നെയാണ്, കാശ്മീരിൽ നടന്നതും അത് തന്നെയാണ്. പക്ഷേ എന്ന് പറഞ്ഞാൽ എല്ലാവരും അങ്ങനെ തന്നെ ആവും, അങ്ങനെ ആവണം എന്നൊന്നും ചിന്തിക്കരുത്. ഉറപ്പായിട്ട് ഇപ്പം മമ്മൂക്കയൊക്കെ വന്ന് ഇതിനെക്കുറിച്ച് സംസാരിക്കുമ്പോഴത്തേനും അത് ഇന്ത്യൻ ആയതുകൊണ്ട് ഇന്ത്യയിൽ നടന്ന ഒരു സംഭവത്തിൽ ആ വിഷമം അറിയിച്ചതാണ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഇന്ന ഒരു റിലീജിയനിൽ പെട്ട ഒരാളായതുകൊണ്ട് ഒരിക്കലും ഇതിൻ്റെ വിഷമം അറിയിക്കാൻ പാടില്ല എന്നൊന്നും ഇല്ലല്ലോ. അദ്ദേഹത്തിന് തോന്നിയ കാര്യം അദ്ദേഹം പറഞ്ഞു. അതുപോലെ തന്നെ ദുൽഖറും ഈ ഒരു രണ്ടുപേരും ഇത് പ്രതികരിച്ചതിന് കമൻറ്റ് ബോക്സിൽ വന്നിട്ട് നിങ്ങൾ അതല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ സംസാരിക്കേണ്ട കാര്യങ്ങളോ അത് ഒരിക്കലും ശരിയായിട്ടുള്ളൊരു കാര്യമല്ല. നമ്മുടെ ഇന്ത്യയിൽ എല്ലാവരും ഒന്നാണ്, അത് ഏത് മതമാണെങ്കിലും നമ്മൾ ഒന്നായിട്ടാണ് പോകുന്നത്. ആ ഒരു ഇഷ്യൂ വന്ന സമയത്ത് അവരാഗ്രഹിക്കുന്നത് നമ്മൾ പിരിയണമെന്നുള്ളൊരു കാര്യങ്ങളാണ്. നമ്മൾ ആ സമയത്ത് ഒറ്റക്കെട്ടായിട്ട് അതിനെ പ്രതികരിക്കുകയാണ് ചെയ്യേണ്ടത്. ഈ ഒരു സമയത്ത് ഇങ്ങനത്തെ കമൻസും കാര്യങ്ങളും കാണുമ്പോൾ ഭയങ്കരമായിട്ടുള്ള വിഷമമുണ്ട്. എന്തുകൊണ്ട് ആൾക്കാരിത് മനസ്സിലാക്കുന്നില്ല എന്നുള്ളൊരു കാര്യം അതിനെ മനസ്സിലാക്കി നമ്മളെല്ലാം ഒറ്റക്കെട്ടായിട്ടാണ് നിൽക്കേണ്ടത്. നമ്മൾ ഇന്ത്യൻസാണ്, ഇവിടെ വേർതിരിവോ അങ്ങനെ ഒന്നും തന്നെയില്ല. നമ്മൾ ഒന്നിച്ച് നിൽക്കുക, അതാണ് മെയിനായിട്ട് ചെയ്യേണ്ടത്. സോ ഈ ഒരു വീഡിയോ കണ്ടിട്ടെങ്കിൽ അതിൽ നിന്ന് പിന്മാറും, അങ്ങനെ ചിന്തിക്കുന്നവരത് പിന്മാറുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ എന്നാൽ ഈ ഒരു ടോപ്പിക്ക് കണ്ട സമയത്ത് ഇതിനെക്കുറിച്ച് സംസാരിക്കണം എന്ന് തോന്നിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഒരു ചെറിയ വീഡിയോ ആണ്. നിങ്ങൾക്ക് എന്താണ് ഈ ഒരു കാര്യത്തിൽ തോന്നിയെന്നുള്ളത് അഭിപ്രായം കമൻറ്റ് ബോക്സിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. നിങ്ങളുടെ അഭിപ്രായം അറിയാൻ എനിക്ക് താല്പര്യമുണ്ട്. അതുപോലെ തന്നെ മറക്കാതെ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്തിരിക്കുക. നമ്മുടെ ചാനൽ നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ.